ഓക്കെ, ഇനി നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്, അതായത് വലിയ ചിറകുള്ള ഒരു വൃദ്ധൻ എന്നുള്ള ആ കഥ എഴുതിയ ഓദറെ കുറിച്ചാണ്. ഓദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തുകാരൻ. എബൌട്ട് ദ ഓദറെ കുറിച്ച്. ഗബ്രിയേൽ ഗ്രാസ്യ മാർക്കൂസ്, അതായത് അദ്ദേഹത്തിന്റെ പേരാണ് ഗബ്രിയേൽ ഗ്രാസ്യ മാർക്കൂസ് എന്ന് പറയുന്നത്. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, അദ്ദേഹം കൊളംബിയക്കാരനായ ഒരു നോവലിസ്റ്റ് ആയിരുന്നു. ആൻഡ് സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th സെഞ്ചുറി, അതുപോലെ തന്നെ 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരിലും ഒരാളാണ്. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് 1982 സാഹിത്യത്തിന്. ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ സാഹിത്യം, അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് ലഭിച്ചു, നോബൽ പ്രൈസ് ഫോർ സാഹിത്യത്തിന്. ഹിസ് നോട്ടബിൾ വർക്ക്സ്, അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വർക്ക്സ് അല്ലെങ്കിൽ രചനകൾ ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വർക്കുകളിൽ ഒന്നാണ് ലവ്, പ്രണയം അല്ലെങ്കിൽ സ്നേഹം. ഇൻ ദ ടൈം ഓഫ് കോളറ, കോളറയുടെ സമയത്ത് ഉള്ള പ്രണയം. ഓക്കെ. നോ വൺ റൈറ്റ്സ് ടു ദ കൊളോണിയൽ, അതായത് ആരും കൊളോണിയലിന് എഴുതുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തതിന്റെ പേര്. അതുപോലെ മൂന്നാമത്തത് 100 years ഓഫ് സോളിറ്റ്യൂഡ്, അതായത് 100 വർഷത്തെ ഏകാന്തത എന്നുള്ളതാണ് മറ്റൊരു ബുക്ക്. ഓക്കെ. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിലെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള എഴുത്തുകാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? ഗബ്രിയൽ ഗ്രാസ്യ മാർക്കൂസ് എന്ന് പറയുന്ന വ്യക്തി. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ഗബ്രിയൽ ഗ്രാസ്യ മാർക്കൂസ് ഫ്രം ദ എബവ് പാസേജ്. മുകളിൽ തന്നിരിക്കുന്ന ആ പാസേജിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗബ്രിയൽ ഗ്രേസ്യ മാർക്കൂസിനെ കുറിച്ച് ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നെയിം എന്താണ്? അദ്ദേഹത്തിന്റെ പേര് ഗബ്രിയേൽ ഗ്രാസ്യ മാർക്കൂസ് എന്നുള്ളതാണ്. ഓക്കെ. ഇനി ലൈഫ് സ്പാൻ, അതായത് ജീവിതകാലം എത്രയായിരുന്നു? 1927, 1927 to 2014. ഓക്കെ, 1927 മുതൽ 2014 വരെ. നാഷണാലിറ്റി, അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം കൊളംബിയൻ ആയിരുന്നു. പ്രൊഫഷൻ, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, റൈറ്ററാണ്. നോവലിസ്റ്റ്, നോവൽ എഴുതുന്നവരാണ്. അപ്പൊ അദ്ദേഹം ഒരു നോവൽ എഴുതുന്നവനുമാണ്, അതുപോലെ ഒരു എഴുത്തുകാരനുമായിരുന്നു. മേജർ റെക്കഗ്നേഷൻ, അതായത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ അവാർഡ് അല്ലെങ്കിൽ അംഗീകാരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ, അതായത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. നോട്ടബിൾ വർക്ക്സ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ അല്ലെങ്കിൽ ബുക്കുകൾ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 years ഓഫ് സോളിറ്റ്യൂഡ്, അതായത് 100 വർഷത്തെ ഈ ഏകാന്തത എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളിലൊന്ന്. രണ്ടാമതായിട്ട് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, അതായത് കോളറയുടെ സമയത്തുള്ള പ്രണയം. നോ വൺ റൈറ്റ്സ് ടു കൊളോണിയൽ, ആരും കൊളോണിയലിന് എഴുതുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ വർക്ക്. ഇനി അദ്ദേഹത്തിന്റെ ലെഗസി എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തിന് നൽകിയിരിക്കുന്ന ഒരു പാരമ്പര്യ രീതി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഗ്രേഷ്യ മാർക്കൂസ് ഈസ് സെലിബ്രേറ്റഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലിറ്റററി ഫിഗേഴ്സ് ഓഫ് ദ 20th സെഞ്ചുറി. അപ്പൊ ഇദ്ദേഹത്തെ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനം ചെയ്തിട്ടുള്ള സാഹിത്യകാരനായിട്ട് കണക്കാക്കപ്പെടുന്നു. ഓക്കെ. ഹിസ് വൈഡ്ലി റിഗാർഡഡ് ആസ് ദ മാസ്റ്റർ ഓഫ് മാജിക്കൽ റിയലിസം. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ഈ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മാജിക്കൽ റിയലിസം എന്നുള്ളത് കൊണ്ടാണ്. മാജിക്കൽ റിയലിസം എന്താണെന്ന് ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പഠിക്കും. ഹിസ് വർക്ക്സ് ബ്ലെൻഡ് ഇമാജിനേഷൻ ആൻഡ് റിയാലിറ്റി.
അദ്ദേഹത്തിന്റെ ആ എഴുത്തുകൾ എങ്ങനെയാണ് ഇമാജിനേഷൻ, ഭാവനകളും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളും കൂടിക്കലർന്നതാണ്. ബ്രിങ്ങിങ് ലാറ്റിൻ അമേരിക്കൻ ലിറ്ററേച്ചർ ടു ഗ്ലോബൽ പ്രൊമിനൻസ്. അങ്ങനെ ഉള്ള ആ എഴുത്തുകളിലൂടെ ലാറ്റിൻ അമേരിക്കയിലുള്ള സാഹിത്യത്തെ അദ്ദേഹം ഗ്ലോബൽ പ്രൊമിനൻസ്, ആഗോള തലത്തിൽ അല്ലെങ്കിൽ ലോകാന്തര തലത്തിൽ ലോകം മുഴുവനും പ്രൊമിനന്റ്, വളരെ പ്രധാനപ്പെട്ടത് ആക്കി തീർത്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടു മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞത് എന്താണെന്ന്. ഓക്കെ, മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദ യൂണീക്ക് നറേറ്റീവ് സ്റ്റൈൽ ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തിനെയാണ് എന്ത് എന്ന് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേക രീതിയിലുള്ള ആ എഴുത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഓക്കെ, അത് ഈ എഴുതുന്ന ഒരു സാഹചര്യം, ഒരു പ്രത്യേക ആ ഒരു സെറ്റപ്പ്, ഓക്കെ, ആ കഥയുടെ പശ്ചാത്തലം, ഓക്കെ, ഗ്രൗണ്ട് ടു ദ വേൾഡ്, അതായത് നമ്മൾ ജീവിക്കുന്ന അനുദിന ലോകമായിരിക്കും. ഓക്കെ, എന്നാൽ പിന്നെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, മാജിക്കൽ എലമെന്റ്സ്, ഓക്കെ, അതായത് ചില മാജിക്കിന്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചില സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ കുറെ അമാനുഷികമായ കാര്യങ്ങളും അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കും, ഉൾപ്പെടുത്തിയിരിക്കും. ഓക്കെ, ഈ രണ്ടാമതായിട്ട് ഈ എഴുത്തുകളിൽ മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ സാധാരണപ്പെട്ട കാര്യങ്ങളെ പോലെ തന്നെയാണ് എഴുതിയിരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതേ സമയത്ത് തന്നെ ഈ എഴുത്തിലൂടെ എഴുത്തുകാരൻ എന്ത് ചെയ്യുമായിരിക്കും, ക്രിട്ടിസൈസ് ചെയ്യും. എന്താണ്, സമൂഹത്തെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിരൂപണം നടത്തുന്നു. അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികളെയും അത് ശരിയല്ലാത്ത പ്രവർത്തനങ്ങളെയും ഇദ്ദേഹത്തിന്റെ ഈ എഴുത്തിലൂടെ, ഈ മാജിക്കൽ റിയലിസം എന്ന എഴുത്തിലൂടെ തുറന്നു കാണിച്ചു തരികയും മനുഷ്യരോട് ഒരു പരിവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുവാനായിട്ട് പറയുകയാണ്. ഓക്കെ, ഈ മാജിക്കൽ റിയലിസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ലാസ്റ്റ് സെഞ്ചുറിയിലെ, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക എഴുത്താണ്. ഓക്കെ, മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗ്രാസിയ മാർക്ക് ആൻഡ് അതേഴ്സ് സച്ച് സൽമാൻ റഷീദി ആൻഡ് ആഞ്ചലീന കാർട്ടർ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ജെനിയർ. അതായത് ഇത്തരത്തിലുള്ള എഴുത്തിന് വേണ്ടിയിട്ട് പലരും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, ആ സംഭാവന നൽകിയിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനായിരിക്കുന്ന ഗബ്രിയൽ ഗ്രാസിയ മാർക്കസ്, അതുപോലെ തന്നെ ആൻഡ് അതേഴ്സ്, ബാക്കിയുള്ള ആരൊക്കെയാണ്, സൽമാൻ റഷീദി എന്ന എഴുത്തുകാരൻ അതിനുവേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. ആൻഡ് ആഞ്ചലീന കാർട്ടർ എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിനു വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ടഡ്, സംഭാവന നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള എഴുത്തിന്. വർക്ക് ഇൻ ദ ജെനിയർ ഡെപ്പിക്ട് ദ റിയൽ വേൾഡ്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എഴുത്തുകൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ജെനിയർ ഡെപ്പിക് തുറന്നു കാണിക്കുന്നു ദ റിയൽ വേൾഡ്, ശരിയായ ലോകത്തെ, വിത്ത് അണ്ടർ കറന്റ് ഓഫ് മാജിക് ഫാന്റസി. അതായത് അതേ സമയത്ത് തുറന്നു കാണിക്കുമ്പോൾ തന്നെ ഒരു മാജിക്കിന്റെ ഫാന്റസിയോട് കൂടി അല്ലെങ്കിൽ മാജിക്കിന്റെ ഇമാജിനേഷനോട് കൂടി അവരെ എന്താണ്, ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ശരിയല്ലാത്ത പ്രവണതകളെ തുറന്ന് കാണിച്ചു തരികയാണ് ഈ തരത്തിലുള്ള മാജിക്കൽ റിയലിസം എന്നുള്ള എഴുത്തുകൊണ്ട്. ഓക്കെ, ലൈക്ക് ഫെറി ടെയിൽസ്, അതായത് കഥകൾ പോലെ, വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാന്റസി ആൻഡ് റിയാലിറ്റി. ഇവിടെ എന്താണ്, ഈ ഫെറി ടെയിൽ പോലെ, നാടോടി കഥകൾ പോലെ ഈ മാജിക്കൽ റിയാലിസവും എന്ത് ചെയ്യുന്നു, ഫാന്റസി, അതായത് നമുക്ക് വളരെ രസകരമായിട്ട് തോന്നിക്കുന്ന അതേ സമയത്ത് തന്നെ അത് എന്ത് ചെയ്യുന്നു, റിയാലിറ്റിയുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുക, അല്ലെങ്കിൽ റിയാലിറ്റിയിലും അതിന് സ്വാധീനം ഉണ്ട്. അങ്ങനെയുള്ള സ്വാധീനത്തോടെ റിയാലിറ്റിയിലെ മനുഷ്യന്റെ സ്വഭാവം മാറ്റണമെന്ന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഴുത്താണ് മാജിക്കൽ റിയലിസം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓതറെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരനെ കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.